ഹായ്, നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള അരിഞ്ഞതും കുറച്ച് ചെറിയ ഉള്ളിയും 2 തക്കാളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എണ്ണയും നമ്മൾ ആദ്യമേ അതിൽ ചേർക്കുന്നില്ല, ഉള്ളിയൊന്നും വഴറ്റുന്നുമില്ല. അതായത് തട്ടിക്കൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് മസാലപ്പൊടിയൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മളെ കറി നന്നായിട്ടൊന്ന് തിളച്ച് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ കറി നല്ല പാകത്തിനുള്ള കുറുകുന്ന പരുവമായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അത് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മളെ കറി നല്ല അടിപൊളി മണത്തോടു കൂടിയുള്ളൊരു നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ് ചെയ്യാൻ മറക്കല്ലേ.